ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 100 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ 3 ആണ്. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. അപ്പോൾ ഇന്നും ഞാൻ IT തന്നെയാണ് പഠിച്ചത്. IT-ലെ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നീ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സോഫ്റ്റ്വെയർ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. സ്പർശിക്കാൻ കഴിയാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ എന്നാണ്. സോഫ്റ്റ്വെയറിന്റെ പ്രധാന തരംതിരിവുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയറിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ, അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷാ പ്രോസസ്സറുകൾ, അതുപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ, ഇമേജ് എഡിറ്റർ സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഇവയൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. പ്രത്യേക ആവശ്യങ്ങൾക്കായി ആണ് ഇവ വികസിപ്പിച്ചെടുക്കുന്നത്. ഇനി അടുത്തത് സിസ്റ്റം സോഫ്റ്റ്വെയറിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കാം. കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം, ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രധാന ഭാഗം, അതായത് കോർ, കേന്ദ്ര ഭാഗത്തെ കേർണൽ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറുകൾക്കും ഹാർഡ്വെയറുകൾക്കും ഇടയിലുള്ള ഒരു പ്രധാന പാലമായി ഇത് പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഹൃദയം പോലെയാണ് കേർണൽ. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ മുതൽ ഓഫ് ആക്കുന്നത് വരെ കേർണൽ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതായത് കേർണൽ എന്നാൽ OSനുള്ളിൽ മറിഞ്ഞിരുന്ന് ഹാർഡ്വെയറിനെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് കേർണൽ. നമ്മൾ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ ആ ആപ്പിന് ആവശ്യമായ മെമ്മറിയും പ്രോസസർ പവറും ഹാർഡ്വെയറിൽ നിന്ന് എത്തിച്ചു നൽകുന്നത് കേർണലാണ്. അപ്പോൾ കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ ഭാഗമാണ് കേർണൽ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നോക്കാം. അപ്പോൾ നമുക്കിതൊക്കെ അറിയുന്നത് തന്നെയാണ്. മാക്, ലിനക്സ്, വിൻഡോസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ: മാക്, ഉബുണ്ടു, വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് XP, വിൻഡോസ് സെർവർ 2008, ലിനക്സ്, യൂണിക്സ്, വിൻഡോസ് 11, വിൻഡോസ് 10 ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ അടിസ്ഥാന പ്രവർത്തനത്തെ സഹായിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അധിഷ്ഠിത സിസ്റ്റമാണ്. അതായത് വിൻഡോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് GUI. അതായത് കമന്റുകൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം മൗസ് ഉപയോഗിച്ച് ഐക്കണുകളിലും മെനുകളിലും ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാം. ഇതാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ മൾട്ടി ടാസ്കിങ്ങിന് പറ്റും. ഒരേ സമയം ഒന്നിലധികം ആപ്പുകൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. അതുപോലെ നമുക്ക് ഏത് തരം സോഫ്റ്റ്വെയറും, ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയറും വിൻഡോസിൽ കിട്ടും. എന്നാൽ നമ്മളിപ്പോൾ മാക്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാ സോഫ്റ്റ്വെയർസും കിട്ടൂല. പക്ഷെ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയറും വിൻഡോസിൽ ലഭിക്കും. അതാണ് വിൻഡോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ഇനി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം 1985-ലാണ്. മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകർ ബിൽ ഗേറ്റ്സ്, പോൾ അലൻ. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് വിൻഡോസ് 11. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പമുള്ള ഡിഫാൾട്ട് ബ്രൗസറാണ് എഡ്ജ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ബ്രൗസറാണ് ഗൂഗിൾ. അപ്പോൾ ഗൂഗിളിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ടായിരുന്നല്ലോ. ആദ്യം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു ഒരു ഡിഫാൾട്ട് ബ്രൗസർ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിന് പകരം വിൻഡോസ് 10 ഇറങ്ങിയപ്പോൾ അതിനോട് കൂടെ ഇൻസ്റ്റാൾ ആക്കി അവർ നിർമ്മിച്ചതാണ് എഡ്ജ് എന്ന് പറയുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആദ്യ പതിപ്പ് വിൻഡോസ് 1 ആണ്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത വെർച്വൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് കോർട്ടാന. അതുപോലെ IBM വികസിപ്പിച്ചെടുത്ത യുണീക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് AIX. ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS, അതായത് മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഉയർന്ന സുരക്ഷയും മികച്ച ഡിസൈനുമാണ് ഇതിന്റെ പ്രത്യേകത. മൊബൈൽ ഫോണുകളിൽ ആപ്പിൾ ഉപയോഗിക്കുന്നത് iOS ആണ്. അതായത് ആപ്പിളിന്റെ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം iOS ആണ്. മാക്ബുക്കുകളിൽ മാക് OS. ലോകത്തിലെ ആദ്യ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫ്ലോക്ക് OS. ഫ്ലോക്കിന്റെ സ്ഥാപകൻ ബവിൻ തുറകിയ ആണ്. എന്റർപ്രൈസ് മെസ്സേജിംഗ് അഥവാ ബിസിനസ് ആശയവിനിമയത്തിനുള്ള പ്ലാറ്റ്ഫോമാണ് ഇത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ യൂസറിന്റെ ആവശ്യാനുസരണം ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ച് ഫ്ലോക്ക് ആപ്പ് സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാക് OSന്റെ വിവിധ പതിപ്പുകൾ നോക്കാം. അപ്പോൾ മാക് OS മൃഗങ്ങളെ പേരിലും അതുപോലെ 2013 ശേഷം കാലിഫോർണിയയിലെ സ്ഥലങ്ങളുടെ പേരിലുമാണ് ഇറക്കിയിട്ടുള്ളത്. ആദ്യം അതിനു മുമ്പ് മൃഗങ്ങളെ പേരിലായിരുന്നു. യോസെമിറ്റി, സൊണോമ, മാവറിക്സ്, സിയറ, ലിയോപാഡ്, സ്നോ ലെപ്പേർഡ്, മൗണ്ടൻ ലയൺ, പാന്തർ, പ്യൂമ, ചീറ്റ, ജാഗ്വർ. അപ്പോൾ ഇതിലെ ആദ്യത്തെ 4 എണ്ണം വരുന്നത് കാലിഫോർണിയയിലെ സ്ഥലങ്ങളെ പേരിലാണ്. പിന്നെ വരുന്നതൊക്കെ മൃഗങ്ങളെ പേരിലാണ്. അപ്പോൾ മാക് OSന്റെ വിവിധ പതിപ്പുകൾ നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാം. സ്ഥലങ്ങളെ പേരിലും മൃഗങ്ങളെ പേരിലുമാണ് വരുന്നത്. ഇനി ആൻഡ്രോയിഡിന്റെ പതിപ്പുകൾ വരുന്നത് ഭക്ഷണ സാധനങ്ങളെ പേരിലാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ഇത് ഓർത്തു വെച്ചാൽ പെട്ടെന്ന് കിട്ടും. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് മൊബൈൽ. ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് മൊബൈൽ ഫോണുകളിൽ ലിനക്സിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കൈ. വികസിപ്പിച്ചത് കൈ OS ടെക്നോളജീസ്. ഹോങ്കോങ്ങിലാണ് ഇത് വികസിപ്പിച്ചത്. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ലിനക്സ് കേർണൽ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ആൻഡ്രോയിഡ് 16. ജൂൺ 25-നാണ് ഇത് പുറത്തിറക്കിയത്. ഇനി ആൻഡ്രോയിഡിന്റെ വിവിധ പതിപ്പുകൾ നോക്കാം. കപ്പ് കേക്ക്, സാൻഡ്വിച്ച്, ജിംഗർ ബ്രെഡ്, ജെല്ലി ബീൻ, കിറ്റ് കാറ്റ്, ലോലിപോപ്പ്, മാഷ്മെലോ, നഗട്ട്, ഓറിയോ, അതുപോലെ പൈ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആൻഡ്രോയിഡിന്റെ വിവിധ പതിപ്പുകൾ. അപ്പോൾ ഇവയൊക്കെ ഫുഡിന്റെ പേരാണ്. അപ്പോൾ അത് ഓർത്താൽ മതി. കിറ്റ് കാറ്റ്, ലോലിപോപ്പ്, മിഠായികളുടെ ഒക്കെ പേരാണ്. മാഷ്മെലോ. അപ്പം ആൻഡ്രോയിഡിന്റെയും മാക്കിന്റെയും ഓർത്ത് വെക്കാൻ സുഖാണ്. ഇനി അടുത്തത് ലോകത്തിലെ ആദ്യത്തെ ഗ്രാഫിക്കൽ OS ആണ് ആപ്പിൾ ലിസ. സ്വതന്ത്രമായി ലഭ്യമായ ആദ്യ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. സ്മാർട്ട് വാച്ചുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിയർ OS. ഗൂഗിളിന്റെ സ്മാർട്ട് വാച്ചുകളിൽ വിയർ OS ആണ്. അതുപോലെ സിംബിയാൻ OS പഴയ നോക്കിയ ഫോണുകളിൽ ഉപയോഗിച്ചിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംബിയാൻ OS. അടുത്തത് ബ്ലാക്ക്ബെറി OS. ബ്ലാക്ക്ബെറി ഫോണുകൾക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു ഇത്. അതുപോലെ ആദ്യകാല PDAകളിൽ ഉപയോഗിച്ചിരുന്നത് പാം OS ആണ്. ഇനി നമുക്ക് വിവിധ തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ നോക്കാം.
ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിലധികം യൂസറിന് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായി റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അഥവാ ഒരു ഡെഡ്ലൈനിനുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി അടുത്തത് ബോസ്, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. ഇന്ത്യയുടെ തനതായ ലിനക്സ് പതിപ്പാണിത്. CDAC ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. IIT മദ്രാസിൽ വികസിപ്പിച്ച തദ്ദേശീയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാർ OS. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ OS. അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ പ്രോസസ് കൈകാര്യം ചെയ്യുക, മെമ്മറി കൈകാര്യം ചെയ്യുക, ഫയൽ കൈകാര്യം ചെയ്യുക, സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക, നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക. അപ്പൊ നമുക്കിനി ഇതിലെ ഓരോന്നും നോക്കാം. പ്രോസസ് കൈകാര്യം ചെയ്യുക എന്ന് വെച്ചാൽ പ്രോസസ്സുകളുടെ വിന്യാസവും തിരിച്ചെടുക്കലും വിവിധ പ്രോസസ്സുകൾക്ക് വിഭവങ്ങൾ നൽകുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കൽ എന്നിവയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രോസസ് കൈകാര്യം ചെയ്യുന്ന ഭാഗം ശ്രദ്ധ പുലർത്തുന്നത്. അടുത്തത് മെമ്മറി കൈകാര്യം ചെയ്യുക. പ്രാഥമിക മെമ്മറിയെ കൈകാര്യം ചെയ്യുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മെമ്മറി കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ്. ഓരോ മെമ്മറി സ്ഥാനത്തിന്റെയും അവസ്ഥ അത് സൂക്ഷിച്ചു വെക്കുന്നു. ഓരോ പ്രോസസ്സിനും എത്രമാത്രം മെമ്മറി നീക്കിവെക്കണമെന്ന് കണക്കാക്കുകയും അതുപ്രകാരം നീക്കിവെക്കുകയും ചെയ്യുന്നു. അടുത്തത് മൂന്നാമത്തത് ഫയൽ കൈകാര്യം ചെയ്യുക. ഫയലുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായ ആസൂത്രണം ചെയ്യുക, പേര് കൊടുക്കുക, സംഭരിക്കുക, തിരിച്ചെടുക്കുക, കൈമാറ്റം ചെയ്യുക, സംരക്ഷിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അടുത്തത് ഡിവൈസ് കൈകാര്യം ചെയ്യുക. കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ നിയന്ത്രണമാണ് ഡിവൈസ് കൈകാര്യം ചെയ്യൽ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും സംയോജിപ്പിച്ചുകൊണ്ട് ഉപകരണങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയറുകളിലൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയർ ഉപകരണങ്ങളുമായി സംവദിക്കുന്നു. ഇനി അടുത്ത് നോക്കാനുള്ളത് CPU ഷെഡ്യൂളിംഗ് മെത്തേഡ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സിങ്ങിന്റെ മെത്തേഡ്സ്, അതിന്റെ ഷെഡ്യൂളിംഗ് മെത്തേഡ്സ് ആണ് അടുത്തത്. കമ്പ്യൂട്ടറിൽ ഒരേ സമയം ഒന്നിലധികം ജോലികൾ വരുമ്പോൾ അത് ഏത് ജോലിയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് CPU തീരുമാനിക്കുന്ന രീതിയാണ് CPU ഷെഡ്യൂളിംഗ് മെത്തേഡ്സ്. CPUവിന്റെ സമയം പാഴാക്കാതെ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തത് പ്രീംപ്റ്റീവ് ഷെഡ്യൂളിംഗ്, മുൻകൂർ ഷെഡ്യൂളിംഗ് എന്ന് പറയും. ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ പ്രാധാന്യമുള്ള, പ്രിയോറിറ്റി കൂടുതലുള്ള മറ്റൊരു ജോലി വന്നാൽ നിലവിലുള്ളത് നിർത്തിവെച്ച് പുതിയത് ചെയ്യാൻ CPUവിന് സാധിക്കും. CPU ഒരു പ്രോസസ്സിനായി നിശ്ചിത സമയം അനുവദിക്കുന്ന രീതിയാണ് ഈ മുൻകൂർ ഷെഡ്യൂളിംഗിലുള്ളത്. ഇവിടെ പ്രോസസ്സുകൾക്കിടയിൽ തടസ്സം സംഭവിക്കാം. ഇത് ചെലവ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിൽ CPU ഉപയോഗം കൂടുതലാണ്. ഇതിന് എക്സാമ്പിൾസ് ആണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗും ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഷെഡ്യൂളിംഗും. ഇനി അടുത്തതാണ് നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂളിംഗ്, മുൻകൂർ അല്ലാത്ത ഷെഡ്യൂളിംഗ് ആണിത്. ഒരു ജോലി തീരുന്നത് വരെ CPU ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് തടസ്സപ്പെടുത്താൻ കഴിയില്ല. CPU ഒരു പ്രോസസ്സിനായി അനുവദിക്കുകയും പ്രോസസ്സ് അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ കാത്തിരിപ്പ് അവസ്ഥ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറുകയോ ചെയ്യുന്നത് വരെ തുടരുന്ന രീതിയാണിത്.
ഇവിടെ പ്രോസസ്സുകൾ തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഇത് ചെലവ് അടിസ്ഥാനമാക്കിയുള്ളതല്ല. ഇതിൽ CPU ഉപയോഗം കുറവാണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നിവ. അപ്പൊ നമുക്കിനി ഇതിലെ ഓരോന്നും നോക്കാം. ആദ്യം വരുന്നത് വിവിധ തരം ഷെഡ്യൂളിങ്ങൾ നോക്കാം. ആദ്യത്തേത് FCFS അല്ലെങ്കിൽ FIFO, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ആദ്യം വരുന്നവർക്ക് ആദ്യ സേവനം എന്ന രീതിയിലാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. CPU-യിലേക്ക് ആദ്യം എത്തുന്ന പ്രോസസ്സിന് മുൻഗണന നൽകുന്നു. ആദ്യം വരുന്ന ജോലി ആദ്യം ചെയ്യുക എന്ന ലളിതമായ രീതിയാണിത്. ക്യൂ നിൽക്കുന്നത് പോലെയാണിത്. ഇത് നോൺ പ്രീംപ്റ്റീവ് ആണ്. ലളിതമാണെങ്കിലും വലിയ ജോലികൾ ആദ്യം വന്നാൽ ചെറിയ ജോലികൾക്ക് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരും. അതിനെയാണ് കൺവേ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ലളിതമാണെങ്കിലും വലിയ ജോലികൾ ആദ്യം വന്നാൽ ചെറിയ ജോലികൾ പെട്ടെന്ന് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇതിലുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് എന്ന ഷെഡ്യൂളിംഗ് രീതിയിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നത്തിനെയാണ് കൺവേ എഫക്റ്റ്. ഇപ്പൊ നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ബാങ്കിൽ പോയിട്ട് ഒരാൾക്ക് ഒരുപാട് ക്യാഷ് എണ്ണാനുണ്ട്, പക്ഷെ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് കുറച്ചുള്ളൂന്നുണ്ടെങ്കിൽ, അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആൾ ഈ ചെറിയ സംഭവത്തിന് വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കൂലേ. അപ്പൊ ആ ഒരു രീതിയാണിത്. അതിനെ കൺവേ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അടുത്തത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, ഏറ്റവും ചെറിയ ജോലി ആദ്യം ചെയ്യുന്ന രീതിയാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ജോലി ആദ്യം ചെയ്യുന്നു. ശരാശരി കാത്തിരിപ്പ് സമയം, ആവറേജ് വെയിറ്റിംഗ് ടൈം കുറക്കാൻ ഇത് സഹായിക്കുന്നു. അടുത്തത് ലോങ് ജോബ് ഫസ്റ്റ്, ഏറ്റവും വലിയ ജോലി ആദ്യം. ഏറ്റവും കൂടുതൽ സമയം എക്സിക്യൂഷനു വേണ്ടി വരുന്ന പ്രോസസ്സ് ആദ്യം പരിഗണിക്കുന്ന രീതിയാണ് ലോങ് ജോബ് ഫസ്റ്റ്. അടുത്തത് പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ്, മുൻഗണനാ ഷെഡ്യൂളിംഗ്. ഓരോ പ്രോസസ്സിനും മുൻഗണന നൽകുന്ന രീതിയാണിത്. ഏറ്റവും മുൻഗണനയുള്ള പ്രോസസ്സ് ആദ്യം നടപ്പിലാക്കുന്നു. ഓരോ ജോലിക്കും ഒരു മുൻഗണന നൽകുന്നു, പ്രിയോറിറ്റി നൽകുന്നു. ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള ജോലി ആദ്യം ചെയ്യുന്നു. കുറഞ്ഞ മുൻഗണനയുള്ള ജോലികൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകാം. അപ്പോൾ കുറഞ്ഞ മുൻഗണനയുള്ള ജോലികൾക്ക് ഒരുപാട് നേരം കാത്തിരിക്കേണ്ട അവസ്ഥ വരും. അതിന് സ്റ്റാർവേഷൻ എന്നാണ് പറയുന്നത്. ഇതിന് പരിഹാരമായി കൊണ്ടുവന്നതാണ് ഏജിങ്. കാത്തിരിക്കുന്ന സമയത്തിനനുസരിച്ച് മുൻഗണന വർദ്ധിപ്പിക്കുക. അപ്പൊ സ്റ്റാർവേഷന് പരിഹാരമായി കൊണ്ടുവന്നതാണ് ഏജിങ്. അപ്പൊ നമുക്ക് എന്താണ് സ്റ്റാർവേഷൻ നോക്കാം. മുൻഗണനാ രീതിയിൽ ഉയർന്ന മുൻഗണനയുള്ള പുതിയ പ്രോസസ്സുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നാൽ കുറഞ്ഞ മുൻഗണനയുള്ള പ്രോസസ് CPU കിട്ടാതെ കുറെ നേരം കാത്തിരിക്കേണ്ടി വരും. ഇതിനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർവേഷൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഏജിങ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കാത്തിരിക്കുന്ന സമയത്തിനനുസരിച്ച് മുൻഗണന വർദ്ധിപ്പിക്കുക എന്നതാണ് ഏജിങ്ങിന്റെ ഗുണം. അടുത്തത് റൗണ്ട് റോബിൻ. ഓരോ പ്രോസസ്സിനും ഒരു നിശ്ചിത സമയം ഒരു ചാക്രിക രീതിയിൽ നൽകിയിരിക്കുന്നു. ടൈം ഷെയറിംഗ് ടെക്നിക്കിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. ഇതൊരു പ്രീംപ്റ്റീവ് രീതിയാണ്. അടുത്തത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, ഏറ്റവും കുറഞ്ഞ ശേഷിയുള്ള സമയം ആദ്യം. ഒരു പ്രോസസ്സ് പൂർത്തിയാക്കുന്നതിനായി ശേഷിക്കുന്ന ഏറ്റവും ചെറിയ സമയം വേണ്ട പ്രക്രിയ ആദ്യം പരിഗണിക്കുന്നു. SJFന്റെ പ്രീംപ്റ്റീവ് പതിപ്പാണിത്. നിലവിൽ ചെയ്യുന്ന ജോലിയേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് തീരുന്ന പുതിയ ജോലി വന്നാൽ CPU പുതിയതിലേക്ക് മാറും. അടുത്തത് ലോങ്ങസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, ദൈർഘ്യമേറിയ ശേഷിക്കുന്ന സമയം ആദ്യം വരുന്ന രീതിയാണിത്. ഒരു പ്രോസസ്സ് പൂർത്തിയാക്കുന്നതിനായി ശേഷിക്കുന്ന ഏറ്റവും കൂടുതൽ സമയം വേണ്ട പ്രക്രിയ ആദ്യം പരിഗണിക്കുന്നു. അടുത്തത് മൾട്ടിപ്പിൾ ക്യൂ ഷെഡ്യൂളിംഗ്. ക്യൂവിലുള്ള പ്രക്രിയകളെ വിവിധ ക്ലാസുകളിലായി തിരിക്കാൻ കഴിയുന്ന അവസരത്തിൽ ഓരോ ക്യൂവിനും വെവ്വേറെ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഉപയോഗിക്കുന്നു. അടുത്തത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, CPU-വിലേക്ക് അവസാനം എത്തുന്ന പ്രോസസ്സിന് ആദ്യം പരിഗണന നൽകുന്ന രീതിയാണിത്. അപ്പോൾ CPU-ന്റെ ഷെഡ്യൂളിംഗ് മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞ 9 എണ്ണം. അപ്പോൾ
അപ്പോൾ CPU ഷെഡ്യൂളിംഗ് എന്താന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ, അതായത് ഒന്നിലധികം കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ വരുമ്പോൾ ഏത് പ്രോസസ്സ് ആദ്യം ചെയ്യണമെന്ന് CPU തീരുമാനിക്കുന്ന വിവിധ രീതികളാണിത്. അപ്പോൾ ഈ 9 രീതിയിലാണ് CPU ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. ടൈം ഷെയറിംഗ് സിസ്റ്റങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ഷെഡ്യൂളിംഗ് രീതി ഏത്? റൗണ്ട് റോബിൻ. കൺവേ എഫക്റ്റ് ഏത് ഷെഡ്യൂളിംഗ് രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിഫെ. കുറഞ്ഞ മുൻഗണനയുള്ള ജോലികൾ ദീർഘകാലം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഏത്? സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏത്? ഉത്തരം ഏജിംഗ്. ഇനി നമുക്ക് എന്താ കൺവേ എഫക്റ്റ് എന്താന്ന് നോക്കാം. ഇത് പ്രധാനമായും FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ഷെഡ്യൂളിംഗിലാണ് സംഭവിക്കുന്നത്. വലിയൊരു ജോലി CPU-ൽ ആദ്യം കയറുകയും അത് തീരാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്ന ചെറിയ ജോലികൾക്ക് വെറുതെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണിത്. അപ്പം ജോലിഭാരം കൂടുതലുള്ളതാണ് കൺവേ എഫക്റ്റ്. സ്റ്റാർവേഷൻ എന്താന്ന് പറഞ്ഞാല്, സ്റ്റാർവേഷനും കൺവേ എഫക്റ്റും മാറിപ്പോവരുത്. സ്റ്റാർവേഷൻ കുറഞ്ഞ മുൻഗണനയുള്ള ജോലികൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പം സ്റ്റാർവേഷനും കൺവേ എഫക്റ്റും തമ്മിൽ മാറിപ്പോവരുത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി അടുത്ത ഭാഗം നോക്കാം. അപ്പൊ സ്റ്റാർവേഷൻ നമ്മൾ നോക്കിയിട്ടില്ല. സ്റ്റാർവേഷൻ എന്താ നോക്കാം. ഇത് പ്രധാനമായും പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ SJF, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് രീതികളിലാണ് സംഭവിക്കുന്നത്. ഉയർന്ന മുൻഗണനയുള്ള, മറ്റേത് നമുക്ക് ജോലിയുടെ ഭാരമാണ് കേട്ടോ. കൺവേ എഫക്റ്റിൽ കൂടുതൽ വലിയ ജോലിയാണ്, പക്ഷെ ഇത് മുൻഗണനയുള്ള ജോലികൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഓർക്ക് കൺവേ എഫക്റ്റ് എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ ജോലിഭാരത്തിനെയാണ് അത് ഇതാക്കുന്നത്. പക്ഷെ സ്റ്റാർവേഷൻ എന്താന്ന് വെച്ചാൽ മുൻഗണന, പ്രിയോറിറ്റി, ഹൈ പ്രിയോറിറ്റി ജോലികൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞ മുൻഗണനയുള്ള ലോ പ്രിയോറിറ്റി ജോലികൾക്ക് CPU ലഭിക്കാതെ അവർക്ക് അനന്തമായി കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ കൺവേ എഫക്റ്റ് എന്ന് പറയുന്നത് വലിയ ജോലികൾ CPU-ൽ ആദ്യം കയറുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾക്ക് വേണ്ടി വെറുതെ കുറേ സമയം കാത്തിരിക്കുന്ന അവസ്ഥയാണ് കൺവേ എഫക്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭാഷാ പ്രോസസ്സറാണ്. അപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ നോക്കി. ഇനി അടുത്തത് ഭാഷാ പ്രോസസ്സറാണ് നോക്കാനുള്ളത്. ഹൈ ലെവൽ ലാംഗ്വേജിലോ അസംബ്ലി ലാംഗ്വേജിലോ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് അഥവാ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഭാഷാ പ്രോസസ്സർ, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ എന്നും ഇവയെ പറയും. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ്, മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാംസ് ഈ രീതിയിൽ ഈ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാംസ് കമ്പ്യൂട്ടറിന് മനസ്സിലാകൂല. കമ്പ്യൂട്ടറിന്റെ ഭാഷ എപ്പോഴും ബൈനറി ഭാഷയാണ്. അപ്പം ആ ബൈനറി ഭാഷയിലോട്ട് മാറ്റുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ഭാഷാ പ്രോസസ്സറുകൾ എന്ന് പറയുന്നത്, ട്രാൻസ്ലേറ്റർ എന്ന് പറയും. ഹൈ ലെവൽ ലാംഗ്വേജിലോ അസംബ്ലി ലാംഗ്വേജിലോ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകളെ അതിന്റെ സമാനമായ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റം ചെയ്യുന്ന സിസ്റ്റം പ്രോഗ്രാമുകളാണ് ഭാഷാ പ്രോസസ്സറുകൾ. പ്രധാന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഗ്രി ലെവൽ എക്സാംസിന് എന്തായാലും വരുന്ന ഭാഗമാണിത്. പ്രധാനപ്പെട്ട ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളാണ് അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രിറ്റർ. ഇനി ആദ്യം നമുക്ക് അസംബ്ലർ നോക്കാം. അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്നു. അസംബ്ലി ഭാഷയിൽ നെമോണിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ADD, SUB, MOV എന്നിവ. അതായത് അസംബ്ലി ഭാഷയിൽ ഉള്ളതിനെ നെമോണിക്സ് ഉപയോഗിച്ചാണ് കോഡിംഗ് ചെയ്യുന്നത്. അപ്പൊ ഈ നെമോണിക്സിന് ഉദാഹരണമാണ് ADD, SUB, MOV എന്നിവ. അപ്പോൾ ഓർക്കുക, അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് അസംബ്ലർ. അടുത്ത നമുക്ക് കമ്പൈലർ നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജിൽ, അതായത് C++, ജാവ
ഉദാഹരണങ്ങളാണ്. എഴുതിയ ഒരു പ്രോഗ്രാമിനെ പൂർണ്ണമായും ഒരേ സമയം മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് കമ്പൈലർ. പ്രോഗ്രാമിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പ്രോഗ്രാം മുഴുവൻ പരിശോധിച്ച ശേഷം അവസാനം റിപ്പോർട്ട് ചെയ്യും. ഒരു കമ്പൈലർ സോഴ്സ് കോഡ് മുഴുവനായി പരിശോധിച്ച് അതിനെ ഒരു ഫയലാക്കി മാറ്റി സൂക്ഷിക്കുന്നു. ഈ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ്. കമ്പൈലറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോഴ്സ് കോഡ് മുഴുവൻ പരിശോധിച്ച് അതിനെ ഫയലാക്കി ലാസ്റ്റ് ആക്കുന്നതാണ് ഒബ്ജക്റ്റ് ഫയലാക്കി സൂക്ഷിക്കുന്നു. ഈ ഒബ്ജക്റ്റ് ഫയൽ പിന്നീട് എത്ര തവണ വേണമെങ്കിലും CPU-ന് നേരിട്ട് പ്രവർത്തിപ്പിക്കാം. ഇതിന്റെ വേഗത കൂടുതലാണ്. അപ്പോൾ കമ്പൈലറിൽ എപ്പോഴും നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് ഫയലാക്കി മാറ്റുന്നത്. ഇതിന്റെ വേഗത കൂടുതലാണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഒറ്റയടിക്ക് മാറ്റുന്നതാണ് കമ്പൈലർ. അടുത്തത് ഇന്റർപ്രിറ്റർ. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ വരി വരിയായി ലൈൻ ബൈ ലൈനായി പരിശോധിച്ച് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. പൈത്തൺ, PHP പോലുള്ള ഭാഷകളിൽ ഇത് ഉപയോഗിക്കുന്നു. ഒരു വരിയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താതെ അടുത്ത വരിയിലേക്ക് പോകില്ല. അതിനാൽ തെറ്റുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇന്റർപ്രിറ്റർ ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് കോഡ് ഫയൽ നിർമ്മിക്കുന്നില്ല. അത് വരി വരിയായി വായിച്ച് അപ്പോൾ തന്നെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കമ്പൈലറിനെ അപേക്ഷിച്ച് വേഗത കുറവായിരിക്കും. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. അത് വരി വരിയായി ലൈൻ ബൈ ലൈൻ ആയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതാണ് ഇന്റർപ്രിറ്ററിന്റെയും അതുപോലെ കമ്പൈലറിന്റെയും പ്രത്യേകത. കമ്പൈലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ടത് ഒറ്റയടിക്കാണ് ഇത് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുന്നത്. അതുപോലെ സോഴ്സ് കോഡിന് മുഴുവനായി പരിശോധിച്ച് ഒരു ഫയലാക്കി ഒബ്ജക്റ്റ് ഫയലാക്കി മാറ്റുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് സോഴ്സ് കോഡ് എന്താണെന്നും ഒബ്ജക്റ്റ് കോഡ് എന്താണെന്നും നോക്കാം. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമർ ഹൈ ലെവൽ ലാംഗ്വേജിൽ, ഉദാഹരണത്തിന് C++, ജാവ, പൈത്തൺ, അപ്പൊ ഈ ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് എഴുതുന്ന പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിനെയാണ് സോഴ്സ് കോഡ്, പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യന്മാർക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഭാഷയിലാണ്. ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ആണ് ഇതിലുള്ളത്. കമ്പ്യൂട്ടറിന് ഇത് നേരിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് സോഴ്സ് കോഡ്. പ്രോഗ്രാമർ എഴുതുന്ന ഭാഷയാണ് സോഴ്സ് കോഡ്. നേരിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതായത് കമ്പ്യൂട്ടറിന് സോഴ്സ് കോഡ് നേരിട്ട് പ്രവർത്തിപ്പിക്കാനോ സോഴ്സ് കോഡിനെ നേരിട്ട് മനസ്സിലാക്കാനോ കഴിയൂല. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഭാഷ എന്താന്ന് വെച്ചാല് ബൈനറി ഭാഷയാണ്. അപ്പൊ എന്താണ് ഒബ്ജക്റ്റ് കോഡ് എന്ന് നോക്കാം. സോഴ്സ് കോഡിനെ ഒരു ലാംഗ്വേജ് പ്രോസസ്സർ, കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രിറ്റർ ഒക്കെ ഉപയോഗിച്ച് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റി കഴിയുമ്പോൾ ലഭിക്കുന്ന കോഡിനെയാണ് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ സോഴ്സ് കോഡിനെ ഈ ഭാഷാ പ്രോസസ്സറുകൾ യൂസ് ചെയ്ത് മാറ്റിയതിന് ശേഷം ലഭിക്കുന്നതാണ് ഒബ്ജക്റ്റ് കോഡ്. ഇത് ബൈനറി രൂപത്തിലായിരിക്കും. 0, 1, ഈ ബിറ്റ്, ബൈറ്റ് ആ രൂപത്തിലായിരിക്കും, ബൈനറി രൂപത്തിലായിരിക്കും ഇവ ഉണ്ടാകുന്നത്. കമ്പ്യൂട്ടറിന് ഒരു കോഡ് നേരിട്ട് മനസ്സിലാക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കും. അതായത് ഈ കോഡിനെ, ഒബ്ജക്റ്റ് കോഡിനെ നേരിട്ട് മനസ്സിലാക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കും. പക്ഷേ സോഴ്സ് കോഡിനെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ബൈനറി ഭാഷയാണ് ഒബ്ജക്റ്റ് കോഡ്. കമ്പൈലർ, അസംബ്ലർ എന്നിവയാണ് ഇത് നിർമ്മിക്കുന്നത്. നേരിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതായത് കമ്പ്യൂട്ടറിന് നേരിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ കമ്പൈലറിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചു സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി ഒരു ഒബ്ജക്റ്റ് ഫയലാക്കി സൂക്ഷിക്കുന്നുണ്ട് കമ്പൈലറിൽ. ഇന്റർപ്രിറ്ററിലാണെങ്കിൽ ഫയലാക്കി സൂക്ഷിക്കുന്നില്ല. അതിന് പകരം വരി വരിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തെറ്റുകൾ തിരുത്തിയിട്ടാണ് ഇത് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുന്നത്. ഇനി ഈ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒരു പ്രോഗ്രാമിനെ വരി വരിയായി വിവർത്തനം ചെയ്യുന്നത് ആര്? ഇന്റർപ്രിറ്റർ ആണ്. ഒരു പ്രോഗ്രാമിനെ മുഴുവനായി ഒരേ സമയം വിവർത്തനം ചെയ്യുന്നത് ആര്? കമ്പൈലർ. അസംബ്ലി ഭാഷയെ മെഷീൻ ഭാഷയാക്കുന്നത് എന്ത്? അസംബ്ലർ. സ്രോതസ് കോഡിനെ അഥവാ സോഴ്സ് കോഡ് ലക്ഷ്യ കോഡിലേക്ക് ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്നത് ആര്? കമ്പൈലർ. അപ്പൊ ഇത്രയും ആണ് ഈ ഭാഗത്ത് നിന്നുള്ളത്. അടുത്തത് നമുക്ക് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മൂന്നാമത്തേതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ.
കമ്പ്യൂട്ടറിന്റെ ശരിയായ പ്രവർത്തനത്തിനും അറ്റകുറ്റപ്പണികൾക്കും സുരക്ഷയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ. കമ്പ്യൂട്ടറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോർട്ടിംഗ്, ഡിലീറ്റിംഗ്, ഫയൽ കോപ്പി ചെയ്യുക, പാസ്വേഡ് പ്രൊട്ടക്ഷൻ, കംപ്രഷൻ തുടങ്ങിയവയൊക്കെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളാണ്. ഇനി പ്രധാന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ നോക്കാം. ആന്റിവൈറസ്. കമ്പ്യൂട്ടറിനെ വൈറസ്, മാൽവെയർ തുടങ്ങിയ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. നോർട്ടൺ, കാസ്പർസ്കൈ, അവാസ്റ്റ്, ക്വിക്ക് ഹീൽ എന്നിവ ആന്റിവൈറസുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ. ഹാർഡ് ഡിസ്കിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഫയലുകളെ അടുക്കി ക്രമീകരിക്കുന്നു. ഇത് കമ്പ്യൂട്ടറിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. അതിനെ ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ എന്ന് പറയും. ഇനി അടുത്ത സോഫ്റ്റ്വെയർ ആണ് ഫയൽ കംപ്രഷൻ ടൂള്. വലിയ ഫയലുകളുടെ വലിപ്പം കുറച്ച് സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഇമെയിൽ വഴി അയക്കുമ്പോൾ ഒരു ഫയലിന്റെ സൈസിനെ കുറക്കാൻ ഉപയോഗിക്കുന്ന രീതി കംപ്രഷൻ എന്നാണ് പറയുക. ഒരു കംപ്രസ്ഡ് ഫയൽ വലുതാക്കി അതിന്റെ യഥാർത്ഥ ഫയൽ സൈസിലേക്ക് മാറ്റുന്ന രീതി അറിയപ്പെടുന്നത് ഡീകംപ്രഷൻ എന്നാണ്. ഇവക്ക് ഉദാഹരണങ്ങൾ നോക്കാം. വിൻസിപ്പ്, വിൻറാർ, 7-zip എന്നിവ. ഇനി ഡിസ്ക് ക്ലീനപ്പ്. ആവശ്യമില്ലാത്ത താൽക്കാലിക ഫയലുകളും മറ്റും നീക്കം ചെയ്ത് മെമ്മറിയിൽ സ്ഥലം ലഭിക്കാൻ സഹായിക്കുന്നത് ഡിസ്ക് ക്ലീനപ്പ് ആണ്. അടുത്തത് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ അതിന്റെ പകർപ്പുകൾ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന സ്ഥലമാണ് റീസൈക്കിൾ ബിൻ. അടുത്തത് ഫയലുകൾ. വിവരങ്ങൾ, ചിത്രങ്ങൾ എന്നിവ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഫയലായിട്ടാണ്. പരസ്പര ബന്ധമുള്ള വിവരങ്ങളുടെ ഒരു ശേഖരണമാണ് ഫയൽ. ഫയൽ നെയിമിൽ ഏതു തരം ഫയലാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഡോട്ട് സിംബലിനു ശേഷം വരുന്ന ഭാഗം അറിയപ്പെടുന്നത് എക്സ്റ്റൻഷൻ എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഓരോ ഫയലിന്റെ ഏത് ടൈപ്പ്, ഓഡിയോ ഫയലാണോ, വീഡിയോ ഫയലാണോ, അതുപോലെ പിക്ചർ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ അതിന് ശേഷം ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഡോട്ട് DOC, അതുപോലെ ഡോട്ട് JPG, PNG, ഡോട്ട് MB4, MB3 അതൊക്കെ ഈ എക്സ്റ്റൻഷനുകളാണ്. നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. കമ്പ്യൂട്ടറിന്റെ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഏതാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഫയലുകളുടെ വലിപ്പം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റി ഏതാണ്? ഫയൽ കംപ്രഷൻ. വിൻഡോസിനോടൊപ്പം ലഭിക്കുന്ന ഡിസ്ക് മാനേജ്മെന്റ് യൂട്ടിലിറ്റി ഏതാണ്? ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ. ഇനി അടുത്ത ഭാഗമാണ് ഫയൽ സിസ്റ്റം. ഡാറ്റയെ സംഭരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ് ഫയൽ സിസ്റ്റം. ഫയൽ അലോക്കേഷൻ ടേബിൾ, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം, എക്സ്റ്റൻഡഡ് ഫയൽ സിസ്റ്റം, ഹൈറാർക്കിയൽ ഫയൽ സിസ്റ്റം, ആപ്പിൾ ഫയൽ സിസ്റ്റം എന്നിവ ഇവക്ക് ഉദാഹരണങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ FAT. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. വിൻഡോസ് OS ഉപയോഗിക്കുന്ന ആധുനിക ഫയൽ സിസ്റ്റമാണ് NTFS. ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം വിൻഡോസ് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ആധുനിക ഫയൽ സിസ്റ്റമാണ്. ലിനക്സ്, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന പൊതുവായ ഫയൽ സിസ്റ്റമാണ് EXT, എക്സ്റ്റൻഡഡ് ഫയൽ സിസ്റ്റം. മാക് OSകളിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റമാണ് HFS, APFS. അതായത് ഹൈറാർക്കിയൽ ഫയൽ സിസ്റ്റം, ആപ്പിൾ ഫയൽ സിസ്റ്റം. ഇനി കോപ്പി ഓൺ റൈറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഫയൽ സിസ്റ്റമാണ് BTRFS. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വന്നിട്ടുണ്ടായിരുന്നു. കോപ്പി ഓൺ റൈറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഫയൽ സിസ്റ്റമാണ് BTRFS. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. വിൻഡോസ് OSൽ ഉപയോഗിക്കുന്ന ആധുനിക ഫയൽ സിസ്റ്റമാണ് NTFS. NTFS എന്ന് പറഞ്ഞാൽ ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. ലിനക്സ്, യുണിക്സ് എന്നിവയിൽ ഉപയോഗിക്കുന്നത് EXT, എക്സ്റ്റൻഡഡ് ഫയൽ സിസ്റ്റം. മാക് OSൽ ഉപയോഗിക്കുന്നതാണ് HFS, APFS. കോപ്പി ഓൺ റൈറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഫയൽ സിസ്റ്റമാണ് BTRFS.
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഉപഭോക്താവിന്റെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഉപഭോക്താവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്.